എല്ലാ പ്രേക്ഷകർക്കും കോക്ടെയിലിൻ്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനിറങ്ങിയ പ്രതിപക്ഷ ടീമുകൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പണിയാണ് സ്വാശ്രയക്കാർ കൊടുത്തത്. ഇല്ലത്ത് നിന്നും പുറപ്പെട്ട് അമ്മാത്ത് എത്താനാവാതെ പോയ ചെന്നിത്തലാജിയും സംഘവും ഇപ്പോൾ തൃശങ്കുവിലാണ് എന്ന് പറയാതെ വയ്യ. സർക്കാർ തിരിഞ്ഞു നോക്കാതായപ്പോൾ സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റുകൾ അലിവ് തോന്നി ഒരു പരിഹാരമുണ്ടാക്കും എന്ന് ഒരു വാർത്ത പുറത്തു വന്നതാണ്. അതിൻ്റെ ഒരാശ്വാസത്തിലായിരുന്നു ചെന്നിത്തലാജിയും നിരാഹാരികളും. പക്ഷേ ഒരു ഉറപ്പ് കിട്ടാതെ എങ്ങനെയാണ് സമരം നിർത്തുക? മാനം പോവില്ലേ? ഡോക്ടർമാർ പറയുന്ന അവരുടെ ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇന്നലെ യോഗം വിളിച്ചു. അതിന് ഞങ്ങൾ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ സ്വാശ്രയ മാനേജ്മെൻറ്റുകളുടെ ഭാഗത്തു നിന്ന് ചില ഫീസ് കുറവ് ഉണ്ടാകാം, പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ചില കൺസെഷൻസ് നൽകാമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങൾ ബഹുമാനായ മുഖ്യമന്ത്രിയെ ഇന്നലെ ഞാനും ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരിവിടെ നിരാഹാരം 7-ാം ദിവസത്തേക്ക് കടന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സഭാ നടപടികളുമായി സഹകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നു എന്ന് ഞങ്ങൾ അങ്ങേ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. നിരാഹാരം തുടങ്ങുമ്പോഴുള്ള ആവേശമൊന്നും ഇപ്പോഴില്ലെന്ന് ചെന്നിത്തലാജിയുടെ വർത്തമാനം കേട്ടാൽ നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞയാഴ്ച സഭാ സമ്മേളനം തുടങ്ങിയപ്പോഴുള്ള മുഖ്യമന്ത്രിയെ വിരട്ടിയ ക്രൗര്യനായ ചെന്നിത്തലാജിയല്ല ഇന്നത്തെ ചെന്നിത്തലാജി. ഇനി സർക്കാർ കനിഞ്ഞാലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് ശബ്ദം കുറച്ച് സംസാരിക്കുന്നതാണ് നല്ലത്. തുടങ്ങിയ സമരം നിർത്താൻ നിർവാഹം ഏതുമില്ലാതായതോടെ നിരാഹാരികളെ മാറ്റി പുതിയ നിരാഹാരികളെ ഇരുത്താനാണ് UDFൻ്റെ തീരുമാനം. ചെറുപ്പക്കാർക്ക് പാർട്ടിയിൽ പ്രാമുഖ്യം കൊടുക്കുന്നില്ല എന്ന് ഇനി ആരും പറയില്ല. പക്ഷേ ഇത് വല്ലാത്തൊരു കൊടുക്കലായിപ്പോയി. ഞങ്ങൾക്ക് പറയാനുള്ളത് ഗവൺമെൻറ് നല്ല ഒരു സമീപനം സ്വീകരിച്ചാൽ ഈ പ്രശ്നം തീരും എന്നുള്ളതാണ്. മാനേജ്മെൻറ്റുകൾ ഇന്നലെ പറഞ്ഞത് പാവപ്പെട്ട കുട്ടികൾക്ക് ഫീസ് കുറച്ചുള്ള പഠന സൗകര്യം ഏർപ്പെടുത്താം എന്നുള്ളതാണ്. അത് നല്ല ഒരു നടപടിയാണ്. മാനേജ്മെൻറ്റുകളുടെ കനിവ് കാത്ത് ഇന്നലെ മുതൽ നിരാഹാരികൾ അവസാന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇന്ന് ബൂർഷ്വാ മാനേജ്മെൻറ്റുകൾ ഇങ്ങനെ ചതിക്കും എന്ന് ചെന്നിത്തലാജി കരുതിയതേയില്ല. ഇല്ല, ഫീസിനെ കുറിച്ച് യാതൊരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾ എഗ്രിമെൻറ്റും ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസോ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചത്. എന്തായാലും ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല. സമരം ഏതായാലും കുളമായി. തിന്നാതെയും കുടിക്കാതെയും ഇരുന്നിട്ട് അവരവർക്ക് പോയി എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതുവരെ നിരാഹാരികളായിരുന്ന ഹൈബിയെയും ഷാഫിയെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഉണ്ടാക്കിയ നാണക്കേടും കൊണ്ട് സ്ഥലം വിടുക, അത്ര തന്നെ. പക്ഷേ പുതിയ 2 ഇരകളെ കൂടി ചെന്നിത്തലാജി സമരത്തിന് ഇറക്കിയിട്ടുണ്ട്. സ്വാശ്രയ സമരം ഇങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട്ട് ഒരു ടീമിനെ കണ്ടുമുട്ടി. ഇതേ പ്രശ്നത്തിൽ സമരം ചെയ്യാൻ വന്നിരിക്കുകയാണ് യുവമോർച്ചയും ABVPയും. UDF സമരം ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ ആളുകൾക്ക് എന്തെങ്കിലും തോന്നിയാലോ? അത് വേണ്ട. കാര്യം എന്താണെന്ന് അറിയില്ലെങ്കിലും വെറുതെ ഒരു മാർച്ച് നടത്തുക തന്നെ. ഇനി സമരം ചെയ്യുന്നവർക്ക് ഉഴവൂർ വിജയൻ സാർ നൽകുന്ന ഉപദേശമാണ്. സസൂക്ഷ്മം കേട്ടാലും. അദ്ദേഹം ഇവിടെ പറഞ്ഞു, വിദ്യാഭ്യാസ രംഗത്താണ് ഇപ്പം പ്രശ്നമായിട്ട് ഒരു കാര്യമുള്ള കാര്യമില്ല, സുപ്രീം കോടതിയുള്ള കാര്യം പറഞ്ഞതാണ്. പക്ഷെ സമ്മതിക്കാതെ ചെന്നിത്തല എല്ലാ ദിവസവും വാക്കവിട്ട പുറത്തേക്ക് ഒന്ന് ചാടും, വീണ്ടും അകത്തോട്ട് ചാടി കയറും. ചാനൽ കാണുമ്പോൾ അങ്ങോട്ടൊന്ന് ചാടും, മറ്റേ ചാനൽ വരുമ്പോൾ ഇങ്ങോട്ടൊന്ന് ചാടും. ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. എന്തിനാ, വല്ല കാര്യമുണ്ടോ? കുറേ പേര് ഇപ്പം നിരാഹാരമാണെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. കുഴപ്പമൊന്നുമില്ല. നിരാഹാരം മഹാത്മാഗാന്ധി സൂര്യനെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആവിഷ്കരിച്ച ഒരു സമര പരിപാടിയാണ്. ആ സമര പരിപാടിയെ അവഹേളിക്കാൻ വേണ്ടി വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടണം? എന്നിട്ട് നിസ്സാരമായ കാര്യങ്ങൾ പിണറായി കണ്ടിട്ട് മിണ്ടിയില്ല, അദ്ദേഹം ചിരിച്ചില്ല, അദ്ദേഹം ചർച്ചയ്ക്ക് വിളിച്ചില്ല. എത്രയോ തവണ അദ്ദേഹം പറഞ്ഞതാണ് അസംബ്ലിയിൽ നമുക്ക് പ്രശ്ന പരിഹാരത്തിനായി മുമ്പോട്ട് പോകാം. പക്ഷെ അതൊന്നും സമ്മതിക്കുകയല്ല, പിടിവാശിയാണ്. എന്നിട്ട് ഓരോ ദിവസവും പോലീസ് അങ്ങനെ ചെയ്തു, ഗ്രനേഡ് എറിഞ്ഞു, അവസാനം പുക വന്ന് മൂക്കിൽ കയറി, പുക മൂക്കിൽ വരുന്നതിന് മുമ്പ് ബോധം കെട്ട് വീണു, പിടയുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്നൊക്കെയാണ് പത്രങ്ങളിൽ. പുക കാരണം പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്രനേഡ് എന്നൊക്കെ പറയുമ്പോൾ ഉഴവൂരിനറിയാത്ത സംഭവമൊന്നുമല്ല, അനുഭവമുണ്ട്, അതാണ് പറയുന്നത്. ഞാനൊക്കെ എത്രയോ തവണ പുക കാരണം പിടയാതെ നിന്നിട്ടുണ്ട് അസംബ്ലിയുടെ മുമ്പിൽ. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ആ പുകയ്ക്കൊന്നും വലിയ പ്രശ്നമൊന്നും വരും. ഇവിടെ പത്രക്കാരൊക്കെ ഉണ്ട്, ചാനലുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇത് കണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പുകയെല്ലാം അടിച്ച് ഇവരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ ആലോചിച്ച്. എല്ലാ ദിവസവും പുക അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര്. അവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കലും അസംബ്ലിയുടെ പഠിക്കലും ഒക്കെ. അങ്ങനെയൊന്നും വലിയ ക്ഷീണമില്ല. പിന്നെ ആസ്മയുടെ അസുഖം ഉണ്ടെങ്കിൽ ചെറിയ പ്രശ്നം വരാം എന്നുള്ളതല്ലാതെ വലിയ ആരോഗ്യ പ്രശ്നവും മരിച്ചു പോകുന്ന സ്ഥിതിയുണ്ട്. ആ അനൂപ് ജേക്കബിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി.
എന്താ സംഭവിക്കാൻ പോകുന്നത്? അത് പെടലിയൊക്കെ ഒടിച്ചിട്ട് നന്നായി അഭിനയിക്കുന്ന നിലയിൽ ഇതാണ് വേണ്ടത്. ജഗദീഷ് ശ്രീകുമാറൊക്കെ ഇരിക്കുന്നത് പോലെ വളരെ കലാപരമായിട്ടിരിക്കുക. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, അനൂപ് തീരെ മോശമല്ല, നത്തോലി ചെറിയൊരു മീനല്ല എന്ന് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എന്തായാലും അദ്ദേഹവും ആശുപത്രിയിലായി. ഇപ്പൊ എല്ലാ ദിവസവും ഓരോരുത്തര് ഘട്ടമായി, അത് സുധീരിന്റെ ഭാഷയാണ്, ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രമേശിന് മാത്രം ഒരു കുഴപ്പമില്ല, കൗൾ ഓരോ ദിവസവും തൊടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കുഴപ്പമില്ല, നന്നായി വരണം, അല്ലാതെ മെലിഞ്ഞു പോകണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഉമ്മൻചാണ്ടിയെ കണ്ടാൽ ഇപ്പം നല്ല സ്റ്റൈലിലാണ് നടക്കുന്നത്. തോറ്റേണ്ടി ഒന്നും ഒരു ക്ഷീണം അദ്ദേഹം പുറത്ത് കാണിക്കുന്നില്ല, അത് നല്ല കാര്യമാണ്, അതിലൊന്നും നമുക്ക് വിരോധമില്ല. മാണിസാർ പിന്നെ പകുതി വരെ നടന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകും, അതാണ് സമദൂരം. അദ്ദേഹം ആ നിലപാടിലാണ്. കസേരയിലാണെങ്കിലും പകുതി സ്ഥലത്തേ അദ്ദേഹം ഇരിക്കുള്ളൂ, മൊത്തമായിട്ട് അദ്ദേഹം ഇരിക്കില്ല. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് മാണിസാറിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് മറ്റ് ചില കക്ഷികൾ കൂടെയുണ്ട്, കോഴിക്കോട്ടൊക്കെ ഉള്ള കക്ഷിയുണ്ട്, അവരൊക്കെ വരട്ടെ, RSPയും അവരൊക്കെ വരാൻ തയ്യാറാണ് എന്നൊക്കെ പലതവണ പറഞ്ഞു. എങ്കിലും മടിച്ചു നിൽക്കുകയാണ്, നിലത്ത് കളമൊക്കെ വരച്ചിങ്ങനെ ഒരു നാണിച്ചു നിൽക്കുന്ന സ്ഥിതിയാണ്. നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. മുഖ്യമന്ത്രിയെ വിരട്ടാൻ നോക്കുന്നവരെ വിരട്ടാനും ഉഴവൂർജിക്ക് അറിയാം. അതെ, അങ്ങോട്ട് പോയി വേറെ ജോലി നോക്ക എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വർത്തമാനം പറയുമ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ ശൈലി കാണും. ഇപ്പം വീട്ടിലാണേലും പിള്ളേരോടാണേലും നമ്മൾ മര്യാദയ്ക്കിരിക്കട എന്ന് പറഞ്ഞാൽ പിള്ളേരോടനെ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുകയാണോ? അച്ഛൻ മര്യാദയ്ക്കിരിക്കട എന്ന് എന്നോട് പറയുകയുണ്ടായി എന്നാലും പറയാറില്ലല്ലോ. അതുകൊണ്ട് അസംബ്ലിയുടെ നായകൻ എന്നുള്ള നിലയിൽ വർത്തമാനം പറയുമ്പോൾ നാടൻ ഭാഷയിൽ സംസാരിക്കുന്നത് വലിയ അത്ഭുതകരമായ കാര്യമായി എടുത്ത് വിരട്ടാം എന്ന് വ്യാമോഹിച്ചാൽ വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കേണ്ട എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രതിപക്ഷത്തെ തെരുവുനായ പ്രശ്നം ഇപ്പോഴും ഒരു വിഷയമാണ് സർക്കാരിന്. കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ. മന്ത്രി KT ജലീൽ മറുപടി പറയും. ആക്രമണകാരികളായ സ്ട്രേ ഡോഗ്സിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിലവിലുള്ള നിയമം തന്നെ അനുശാസിക്കുന്നുണ്ട്. സമീപകാലത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം വലിയ തോതിലാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതനുസരിച്ച് 2016 സെപ്റ്റംബർ 1 മുതൽ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗം അവയുടെ പ്രജനനം ശാസ്ത്രീയമായി തടയുക എന്നുള്ളതാണ്. ഇതിനായി സ്ട്രേ ഡോഗ്സിനെ വന്ധീകരിക്കുന്ന കർമ്മപരിപാടികൾ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിവരികയാണ്. ഇനി PC-യുടെ റബ്ബർ സമരമാണ്. റബ്ബറിന്റെ പേരിൽ സമരം നടത്തുന്ന വ്യാജന്മാർക്കെതിരെയാണത്രേ PC-യുടെ സമരം. റബ്ബർ കർഷകന്റെ ബുദ്ധിമുട്ടുകൾ 12 ലക്ഷത്തോളം വരുന്ന റബ്ബർ കർഷകരുടെ പ്രശ്നത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ പ്രത്യേകമായി പതിയേണ്ടതായിട്ടുണ്ട്. കാരണം സാർ, ഇതിനകത്ത് കർഷകരെ വഞ്ചിക്കുന്ന ആരാണ്? കർഷക പ്രേമം പറഞ്ഞ് സമരവുമായി നടക്കുന്ന ചില രാഷ്ട്രീയക്കാർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഉൽപ്പാദകരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യവസായികൾ, ഇതെല്ലാം ചേർന്ന കൊള്ളയാണ് സാർ റബ്ബർ കർഷകർ അനുഭവിക്കുന്നത്. ഇന്ന് സ്വാഭാവിക റബ്ബറിന് വരെ 116 രൂപയാണ് സാർ. ഇവിടെ കേന്ദ്രം ദേശീയ റബ്ബർ പോളിസി ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞില്ലേ സാർ? അടിയന്തരമായി റബ്ബർ പോളിസി നടപ്പാക്കാൻ ഈ നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കണം എന്നുള്ളതാണ് സാർ എൻ്റെ ആദ്യത്തെ ആവശ്യം.